ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന ഏപ്രിൽ 9 നിയമസഭാ ഇലക്ഷനൊക്കെ നടക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് UDF-നാണ് മേൽക്കൈ എന്നാണ് ഏറ്റവും പുതിയ മനോരമ ന്യൂസ് സി വോട്ടർ മെഗാ ഇലക്ഷൻ സർവേ പുറത്തു വരുമ്പോൾ അറിയാൻ സാധിക്കുന്നത്. 69 മുതൽ 81 സീറ്റുകൾ വരെ UDF-ന് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പ്രവചനം. 57 മുതൽ 69 സീറ്റുകൾ വരെ ഇടതു മുന്നണിക്ക് ലഭിക്കും. 1 മുതൽ 5 സീറ്റ് വരെയാണ് NDAക്ക് പ്രവചിക്കുന്നത്. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 90,000-ഓളം സാമ്പിളുകൾ ഉപയോഗിച്ചാണ് സർവേ നടത്തിയത്. തിരുവനന്തപുരത്ത് ഫലം വരുമ്പോൾ തിരുവനന്തപുരത്ത് 2 മണ്ഡലങ്ങളിൽ BJPക്കാണ് സാധ്യത പ്രവചിച്ചിരിക്കുന്ന സർവേ. നേമത്ത് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനാണ് വിജയ സാധ്യതയെന്ന് സർവേ പറഞ്ഞു. കഴക്കൂട്ടം മണ്ഡലത്തിൽ മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനും നേരിയ സാധ്യത പ്രവചിക്കുന്നുണ്ട്. നേമത്തും കഴക്കൂട്ടത്തും ശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരമാണ് അരങ്ങേറാൻ പോകുന്നത്. 14 നിയമസഭാ മണ്ഡലങ്ങളുള്ള തിരുവനന്തപുരം ജില്ലയിൽ 8 മുതൽ 10 സീറ്റ് വരെ ഇടതുമുന്നണിക്ക് ലഭിക്കുമെന്നാണ് സർവേ ഫലം. UDF-ന് 2 മുതൽ 4 സീറ്റ് വരെയും പ്രവചിക്കുമ്പോൾ NDAക്ക് 1 മുതൽ 3 സീറ്റ് വരെ പ്രതീക്ഷിക്കാമെന്നാണ് പ്രവചനങ്ങൾ വരുന്നത്. അതേസമയം ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ LDF-ന് ആധിപത്യം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് സർവേ ഫലം പുറത്തു വരുമ്പോൾ അറിയാൻ സാധിക്കുന്നത്. LDF-ന് 6 മുതൽ 8 സീറ്റ് വരെ സ്വന്തമാക്കാൻ സാധിക്കുമ്പോൾ UDF-ന് 1 മുതൽ 3 വരെ സീറ്റുകൾ ലഭിക്കുന്നു. NDAക്ക് 1 സീറ്റ് പോലും ലഭിക്കത്തില്ലെന്നാണ് പ്രവചനം. അതേസമയം കൊല്ലം ജില്ലയിൽ പുറത്തുവരുന്ന സർവേ ഫലം പ്രവചിക്കുന്നത് കൊല്ലം ജില്ലയിൽ ഇക്കുറി ഇടത് തരംഗം ഉണ്ടാവില്ലെന്നാണ് സർവേ പ്രവചനം. എന്നാൽ UDF-നേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം ഇത്തവണ LDF കാഴ്ചവെക്കുന്നു സർവേ പ്രവചിക്കുന്നുണ്ട്. ജില്ലയിൽ ഇടതുമുന്നണിക്ക് 5 മുതൽ 7 സീറ്റ് വരെയും UDF-ന് 4 മുതൽ 6 സീറ്റ് വരെയും ലഭിച്ചേക്കാവുന്ന പ്രവചനങ്ങളുണ്ട്. NDAക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലൊന്നും തന്നെ ഇക്കുറി കൊല്ലം ജില്ലയിൽ ഇല്ലെന്നാണ് സർവേ ഫലം പുറത്തു വരുമ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതേസമയം പത്തനംതിട്ട ജില്ലയിലും പുറത്തു വരുമ്പോൾ പത്തനംതിട്ടയിൽ LDF-ന്റെ ആധിപത്യം നഷ്ടപ്പെടുമെന്നാണ് സർവേ ഫലം പുറത്തുവരുമ്പോൾ അറിയാൻ സാധിക്കുന്നത്. 2021 ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലും LDF-നായിരുന്നു വിജയിച്ചെങ്കിൽ UDF-ന് 3 മുതൽ 5 സീറ്റ് വരെയാണ് ഇത്തവണ പ്രവചിച്ചിരിക്കുന്നത്. 0 മുതൽ 2 സീറ്റ് വരെയാണ് ഇടതുമുന്നണിക്ക് പ്രവചിക്കുന്നത്. NDAക്ക് ഇക്കുറിയും പത്തനംതിട്ടയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ലെന്നാണ് പുറത്തുവരുന്ന സർവേ ഫലം സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇത്തവണ UDF തരംഗം ആഞ്ഞടിക്കുകയോ അല്ലെങ്കിൽ LDF-ന് വിജയ തുടർച്ച ഉണ്ടാകുമോ എന്നൊക്കെ കണ്ടു തന്നെ അറിയാം. അപ്പം നിങ്ങളുടെ മണ്ഡലങ്ങളിൽ ആരൊക്കെ ജയിക്കാനാണ് സാധ്യതയെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.